ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ട്രേഡിനെ വല്ലാതെ അഫക്റ്റ് ചെയ്യും. അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ അമേരിക്കയെ വെട്ടിയിട്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് ചില വ്യാപാര ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കാൻ തയ്യാറാകുന്നു. ഇപ്പോൾ പീറ്ററിൻ്റെ അവരോ ഇത് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇന്ത്യ റഷ്യക്ക് പണം നൽകുന്നു എന്ന് പറഞ്ഞാൽ ബ്ലഡ് മണി നൽകുന്നു, അതായത് നമ്മൾ ഓയിൽ മേടിക്കുന്നു എന്നാണ് അർത്ഥം. ശരിക്കും പറഞ്ഞാൽ അവരുടെ വ്യാപാര രീതികൾ തകർന്നു പോകുന്നു എന്നുള്ള ഭയമല്ലേ ഈ നാരോനെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നത്? അമേരിക്കയുടെ ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അത് വളർത്തിക്കൊണ്ടുവരാൻ അവർ മനഃപൂർവ്വം ശ്രമിക്കുകയും ചെയ്യുന്നു. അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പുകൾ അവരാണ് ട്രംപിൻ്റെ വളരെ സ്ട്രോങ് സപ്പോർട്ടേഴ്സ്. അവരൊരു ഇന്ത്യ വിരുദ്ധ വികാരവും വളർത്തിയെടുക്കുന്നുണ്ട് അവിടെ. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയിൽ ഇന്ത്യക്കാരെല്ലാം എന്തോ കുഴപ്പം കാണിക്കുന്നു, പുറത്തും ഇവർ വലിയ കുഴപ്പക്കാരാണ്. എന്തുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നതെന്നുള്ളത് അത്ഭുതകരമാണ് വാസ്തവത്തിൽ. ഇപ്പോൾ പീറ്റർ നവാരോ ഒക്കെ പറഞ്ഞ് ബ്രാഹ്മിൻസ് പ്രോഫിറ്റ് എടുക്കുന്നു. അതായത് നമ്മളുടെ ഇങ്ങനെ മുകേഷ് അംബാനിയൊക്കെ ബ്രാഹ്മണനാണ്. ഇന്ത്യൻ ബ്രാഹ്മിൻസ് നേട്ടം, ഇന്ത്യൻ ബ്രാഹ്മിൻസ് എന്നല്ല, ബ്രാഹ്മിൻസ് പ്രോഫിറ്റിയറിങ്. അപ്പോൾ അതിൽ പുട്ടിനൊക്കെ നമ്പൂതിരിയായിട്ട് വരും ഇങ്ങനെയുള്ള കണക്കിൽ. പുട്ടിൻ നമ്പൂതിരി മോദി നമ്പൂതിരിക്ക് അല്ലെങ്കിൽ അംബാനി നമ്പൂതിരിക്ക് ഇത് കൈമാറുന്നു, എണ്ണ കൈമാറുന്നു. അതേസമയം യൂറോപ്പ് എന്തുകൊണ്ട് വാങ്ങുന്നു, അമേരിക്ക എന്തുകൊണ്ട് വാങ്ങുന്നു എന്ന ചോദ്യം അവർ സൗകര്യപൂർവ്വം അവഗണിക്കുന്നു. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് എന്നൊക്കെ പറയുന്നത് ലോകത്ത് നിലനിൽക്കുന്നൊരു കാര്യമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ശക്തിയുള്ള രാജ്യങ്ങൾ ഇരട്ടത്താപ്പും മൂന്ന് താപ്പും ഒക്കെ കാണിച്ച് അവരവരുടെ കാര്യം നേടും. തത്വന്യായമൊക്കെ പറഞ്ഞിരിക്കുന്നവർ വീട്ടിലിരിക്കും. നേരത്തെ നമ്മുടെ സ്വഭാവം ഈ തത്വന്യായം, ശ്രീബുദ്ധൻ, മഹാത്മാഗാന്ധി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിദേശ നയം നമ്മൾ രൂപീകരിച്ചിരുന്നത്. മോദി വന്നപ്പോൾ ഇതെടുത്ത് മാറ്റിയിട്ട് മാർക്കറ്റ് ഫോഴ്സസിനനുസരിച്ച് നമ്മളും പെരുമാറും. ഇരട്ടത്താപ്പെങ്കിൽ അങ്ങനെ, മൂന്ന് താപ്പെങ്കിൽ അങ്ങനെ. നമ്മൾ അമേരിക്കയെ ഈ അഗ്നിസാക്ഷിയായിട്ട് കല്യാണം കഴിച്ച ആൾക്കാരൊന്നുമല്ല. ആവശ്യത്തിന് അമേരിക്കയെ ഉപയോഗിക്കും, ആവശ്യത്തിന് റഷ്യയെ ഉപയോഗിക്കും, ചിലപ്പോൾ റഷ്യയോട് പോടാവില്ല എന്ന് പറയും. ഇങ്ങനെയൊക്കെ നമ്മളും ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമുക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത്. നമ്മൾ മാത്രം ന്യായസ്ഥനായിട്ടിരുന്നു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളുടെ ഇടയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ട്രംപിനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും ഇന്ത്യയെ എന്തോ താല്പര്യമില്ല. അതിനാകെ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഇന്ത്യ ഒരു ശക്തിയായിട്ട് വളർന്നു വരുന്നു. ഇപ്പോൾ ലോകത്തിലെ 4 വൻ ശക്തികളിൽ 3 പേര് SCO മീറ്റിങ്ങിന് വന്നിരിക്കുന്നു. ഇത് അമേരിക്കൻ പത്രങ്ങൾ കൊടുത്ത തലക്കെട്ടാണ്, വാഷിങ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും ഒക്കെ. അപ്പോൾ അതായത് ലോകത്തെ 4 വൻ ശക്തികളിൽ 1 ഇന്ത്യയാണ്. ഡിസ്റ്റൻറ്റ് ഫോർത്താണ് നമ്മൾ. അമേരിക്ക നമ്പർ 1 ആണ്, 30 ട്രില്യൺ എക്കോണമിയാണ്. നമ്മൾ 4 ട്രില്യൺ 5 ട്രില്യൺ ആകാൻ ശ്രമിക്കുന്നു ഇങ്ങനെ. പക്ഷേ അപ്പോഴും നമ്മൾ 4ാമതാണ് സൈനിക പ്രതിരോധ രംഗത്ത്. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ടാണ്, അതായത് സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയൊക്കെ ചേർത്തിട്ടാണ് ഈ 1-ാം നമ്പർ 2-ാം നമ്പർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 4ാമത്തേതാണെങ്കിലും ഞാൻ സിനിജിയോട് പറയുന്നത്, ഒരുത്തം വരുന്നുണ്ട് കേട്ടോ, എവിടെ കാണുന്നില്ല, പുറകില്ല, പക്ഷെ ഉണ്ട്. ആഹാ, അപ്പോൾ അവനെ ഒതുക്കണമല്ലോ, കാരണം അവനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നാളെ അവൻ നമുക്കൊപ്പോൾ ഓടിയെത്തും. അപ്പോൾ ഇവനെ ഇത് ചെയ്യാം. ഇത് റഷ്യയ്ക്കും ചൈനയ്ക്കും ഒക്കെ ഉണ്ട് ഉള്ളിൽ. ബട്ട് ടൈം ബീയിങ് അമേരിക്ക ഇങ്ങനത്തെ തെമ്മാടിത്തരമൊക്കെ കാണിക്കുന്നതുകൊണ്ട് അവർ നമ്മളെയും കൂടെ ലിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇത് ടെമ്പററി ഒരു ലിഫ്റ്റാണെന്ന് നമുക്കും അറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ SCO മീറ്റിങ്ങിന് പോകുന്നത്. SCO മീറ്റിങ്ങിന് ശേഷം അവർ ജോയിൻറ്റ് ഡിക്ലറേഷൻ ഉണ്ടായി. അതല്ലാതെ കാര്യമായ ഫോളോ അപ്പ് വർക്കും ഉണ്ടായിട്ടില്ല. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഉദ്യോഗസ്ഥരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് SCO മീറ്റിംഗ് വരുന്നതിന് മുമ്പ് തന്നെ ചൈന നമ്മുടെ യൂറിയ ഇമ്പോർട്ടിൻ്റെ ലിമിറ്റ് വർദ്ധിപ്പിച്ചു, അൺലിമിറ്റഡാക്കി. ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഇതാക്കി. ടിക്ടോക്കിൻ്റെ നിരോധനം എടുത്തു കളഞ്ഞാലോ എന്ന് ഇന്ത്യ ആലോചിക്കുന്നു. ഇങ്ങനെ സ്ലോലി നമ്മൾ വളരെ കരുതലോടെയാണ് ചൈനയും ഇന്ത്യയും ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്.
ഇതെല്ലാം ഈ അമേരിക്ക ഈ കുഴപ്പം കാണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും നടക്കുമായിരുന്നില്ല. ബ്രിക്സ് അതിന് മുമ്പേ ഉള്ളതാണ്. ബ്രിക്സ് ഫോം ചെയ്തപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് പേടിയായി. ഇവർ ഡോളറിനെ ചലഞ്ച് ചെയ്യും. ഡോളറിനെ ചലഞ്ച് ചെയ്താൽ എന്താ? ചെയ്താൽ അമേരിക്കയുടെ അപ്രമാദിത്വം നഷ്ടപ്പെടും. അമേരിക്ക ലോകത്തെ നിയന്ത്രിക്കുന്നത് നമ്പർ 1 സാമ്പത്തിക ശക്തിയായിട്ടിരിക്കുന്ന ഡോളറിൻ്റെ ശക്തിയാണ്. ഡോളറാണല്ലോ കോമൺ കറൻസി. അതെ. ഈ ഡോളർ അടിക്കാനായിട്ട് അമേരിക്കയ്ക്ക് വെറുതെ പ്രസ് ഓൺ ചെയ്തിട്ട് അടിച്ചങ്ങ് ഇറക്കിയാൽ മതി. വേറെ ഇതൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന പോലെ ഒരു സെക്യൂരിറ്റിയോ ഫോർമുലയോ, ഒരു ഫോർമുല വെച്ചാണ് നമ്മൾ നോട്ടടിക്കുന്നത്. നേരത്തെ നാണ്യപ്പെരുപ്പം ഉണ്ടാവില്ല. അത് നാണ്യപ്പെരുപ്പ് ഉണ്ടായാലും അവർക്ക് വല്ല രാജ്യങ്ങളുടെയും ഒക്കെ തലയിൽ വയ്ക്കും. അത് അവരൊരിക്കലും ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് പെരുമാറുന്നതല്ല. അവർക്ക് ഇപ്പോൾ ഏതെങ്കിലും രാജ്യമൊക്കെ അവരുടെ കയ്യിൽ 10-27 നാറ്റോ രാജ്യങ്ങളുണ്ട്. അവർ പറഞ്ഞാൽ കേൾക്കുന്നവർ. 750 സ്ഥലത്ത് അവർക്ക് അവരുടെ എയർബേസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഏത് രാജ്യത്തെയും ഏത് രീതിക്കും അവർക്ക് ചെയ്യാൻ പറ്റും, ഉപദ്രവിക്കാൻ പറ്റും. ഇപ്പോൾ അവർ വെറുതെ ഇരിക്കുന്ന വെനിസ്വലയുടെ നെഞ്ചത്ത് പോയി കയറാൻ നിൽക്കുകയല്ലേ. വെനിസ്വലയെ ഞാൻ അവിടുത്തെ ഏകാധിപതിയെ അനുകൂലിക്കുകയോ ഇതൊന്നുമല്ല. ബട്ട് ഫെൻറ്റനിൽ എന്ന് പറയുന്ന മയക്കുമരുന്ന് വെനിസ്വലയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ഭൂതോദയം. ഇതുവരെ അത് ചൈനയിൽ നിന്ന്, മെക്സിക്കോയിൽ നിന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വെനിസ്വലയുടെ പെർസെൻറ്റേജ് വാസ് വെരി ലെസ്. വെനിസ്വല ആകെ 7.5% അത് ഫെൻറ്റനിലാണ് വെനിസ്വലയിൽ നിന്ന് വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ വെനിസ്വലയെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യുന്നു. അയാൾക്ക് ഇറാൻ അയാളെ ബാക്ക് ചെയ്യുന്നുണ്ട്, റഷ്യ അയാളെ ബാക്ക് ചെയ്യുന്നുണ്ട്. കാര്യം വലിയ പോക്രിയൊക്കെയാണ് അയാൾ. പക്ഷേ ഈ 2 രാജ്യങ്ങൾ അപ്പോൾ വെറുതെ അവിടെ നെഞ്ചത്ത് കയറുക. ഇങ്ങനെയൊക്കെ ചെയ്താണ് അമേരിക്ക വലിയ ആൾക്കാരായത്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ നമ്മുടെ കോൾഡ് വാറിൻ്റെ കാലത്ത് തന്നെ അവരെ അസേർട്ട് ചെയ്തത് അങ്ങനെയാണ്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ ജർമ്മനി, ഇംഗ്ലണ്ടൊക്കെ തകർന്നു പോയല്ലോ. അപ്പോൾ അമേരിക്ക എന്തുണ്ടാക്കി കഴിഞ്ഞാലും വാങ്ങുന്ന ഒരു ഗതികേടിൽ യൂറോപ്യൻ രാജ്യങ്ങൾ എത്തിയിരുന്നു. അങ്ങനെ അമേരിക്ക വൻ സമ്പത്ത് വാരിക്കൂട്ടി അന്നത്തെ കാലത്ത്. അവരെന്തുണ്ടാക്കിയാലും, കാറുണ്ടാക്കിയാലും, എന്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും. പിന്നീട് അവരുടെ ഈ പരിപാടിയെ ചലഞ്ച് ചെയ്ത് ജപ്പാനായിരുന്നു. ജപ്പാനാണ് വില കുറഞ്ഞ കാറുകൾ ഒക്കെ ആയിട്ട് ഇറങ്ങിയത്. അപ്പോൾ അമേരിക്ക അവരുടെ തന്ത്രം വീണ്ടും മാറ്റി. ഇങ്ങനെ ലോകരാജ്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഭരണകൂടം അവരിങ്ങനെ നിലനിർത്തിക്കൊണ്ടിരുന്നു. ലോകം മുഴുവൻ അവരുടെ ആധിപത്യം നടന്നുകൊണ്ട്. ഈ പീറ്റർ നവരോ പറയുന്നത് അത് തന്നെയാണ്. അതായത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകർത്താൽ മാത്രമേ ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുകയുള്ളൂ. അപ്പോൾ സമ്പദ് വ്യവസ്ഥയെ തകർക്കണമെങ്കിൽ അവിടുത്തെ ഓയിൽ ബിസിനസ് തകരണം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ അവിടെ നിന്ന് ഓയിൽ വാങ്ങരുത്. അത്തരം ഒരു നീക്കം നടത്തണം എന്ന് പറഞ്ഞാൽ സക്സസ് ആവുമോ? അല്ല, ഏറ്റവും വലിയ പർച്ചേസർ ആരാണ് ഇവരിൽ നിന്ന്? ചൈനയാണ്. ചൈനയ്ക്കെതിരെ എന്തുകൊണ്ടാണ് ഇവർ താരിഫ് അടിക്കാത്തത്? ചൈനയ്ക്ക് 30% മറ്റാണ് ഇപ്പോഴും താരിഫ്. അതെ. അതൊരു 90% ആക്കാത്തത് എന്താ? അവരല്ലേ മാക്സിമം ഓയിൽ വാങ്ങുന്നത്. അത് പേടിയാണ്. റഷ്യയിൽ നിന്ന് തന്നെ ഇവർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പല ഐറ്റങ്ങളും. അതിനൊരു കുഴപ്പമില്ലേ? അത് ഫൈനാൻസിങ് ദ വാറല്ലേ? യൂറോപ്പ് വാങ്ങുന്ന എണ്ണ, LNG ഇതിലൊന്നും ഒരു കുഴപ്പമില്ലേ? ഇത് ചോദിക്കുമ്പോൾ ഇതിനൊന്നും നവാറോ ഒന്നും മറുപടി പറയില്ല, ട്രംപ് മറുപടി പറയില്ല. ഇന്ത്യയാണ് യുദ്ധം നിലനിർത്തുന്നത്. ഇന്ത്യ നാളെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്ന് വെച്ചോ, എന്താ സംഭവിക്കാൻ? യുദ്ധം നിൽക്കുന്നു. ഇന്ത്യയെ കണ്ടിട്ടാണോ റഷ്യ യുക്രൈനെ ആക്രമിച്ചത്? ഇന്ത്യ എണ്ണ വാങ്ങും, അതിൽ നിന്ന് നമുക്ക് കാശുണ്ടാക്കാം, അപ്പോൾ നമുക്ക് പിന്നെ അടിക്കാൻ പറ്റും, അതുകൊണ്ട് അടി തുടങ്ങിക്കോ, ഇങ്ങനെ പറഞ്ഞ് തുടങ്ങിയതൊന്നും അല്ലല്ലോ. അല്ല. ഇപ്പം നമ്മൾ എണ്ണ വാങ്ങൽ നിർത്തി കഴിഞ്ഞാലും റഷ്യക്കൊന്നുമില്ല, അവർ വേറെ ഏതെങ്കിലും വഴിക്ക്, അല്ലെങ്കിൽ ചൈന കൂടുതൽ വാങ്ങും അവരിൽ നിന്ന്, അവരത് മാനേജ് ചെയ്യും. പോട്ടെ, യുക്രൈൻ ഈ ആയുധം കൊടുക്കുന്നത് യുദ്ധത്തെ സഹായിക്കലല്ലേ? യുക്രൈൻ ആയുധം കൊടുക്കുന്നത് യൂറോപ്പും അമേരിക്കയല്ലേ? ഉക്രൈൻ ഇന്ത്യ എണ്ണയും കൊടുക്കുന്നുണ്ട്, ഇന്ത്യ ഡീസൽ കൊടുക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങുന്നു, അത് റിഫൈൻ ചെയ്ത് ഡീസലാക്കിയിട്ട് യുക്രൈന് വയ്ക്കുന്നു. ഇതാണ് ഇന്ത്യ ചെയ്യുന്ന ഒരു പ്രവൃത്തി. യുക്രൈൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടർ ഓഫ് ഡീസൽ അത് ഇന്ത്യയാണ്. 15.5% ഡീസലും നമ്മളാണ് യുക്രൈന് കൊടുക്കുന്നത്. ആ ഡീസൽ വെച്ചല്ലേ ഇവർ യുദ്ധം നടത്തുന്നത്. അതെ. അപ്പോൾ നമ്മൾ യുക്രൈനെ സഹായിച്ചെന്നും ആയില്ലേ? വെറുതെ ഈ ഇല്ലാത്ത ലോജിക്കൊക്കെ പറഞ്ഞിട്ട് ഈ പീറ്റർ നവാറോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പുറത്ത് ഇയാൾക്ക് കാര്യങ്ങളെപ്പറ്റി ഒരു ധാരണയില്ല. ലോകരാജ്യങ്ങളെങ്ങനെ പെരുമാറുന്നു എന്നറിയില്ല. ഈ വാവളപ്പൻ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഉള്ള ബന്ധം അങ്ങ് നശിപ്പിച്ച് കളയാൻ ഇത്രയേ ഉള്ളൂ.
ബട്ട് ഇന്ത്യ ആ രീതിക്ക് ആലോചിച്ചിട്ടില്ല. കാരണം ഇവരുടെ ഈ മാർക്കോ റുബിയോ, JD വാൻസ് ഇതുപോലെയൊക്കെ ദ പീപ്പിൾ ഹു കൺട്രോൾ അമേരിക്ക, അവർ ഇപ്പോഴും നമ്മളുമായിട്ട് ചർച്ചയിലാണ്, ഇപ്പോഴും നെഗോസിയേഷൻ നടക്കുന്നു. അതുകൊണ്ടാണ് പീയൂഷ് ഗോയൽ പറഞ്ഞു ഒരു 100 ദിവസത്തിനകം നമ്മളിതൊരു കടവിൽ അടുപ്പിക്കും വള്ളം. 26 സെക്ടറിലായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. 26 സെക്ടറിലായിട്ട് മൊത്തം ട്രേഡിനെ 26 ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നും പ്രത്യേകം എടുത്തിട്ട് ഏതിലെന്ത് കുറയ്ക്കാൻ കൂട്ടാം എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടത്തും. കുറച്ചൊക്കെ വിട്ടുവീഴ്ച നമുക്ക് ചെയ്യേണ്ടി വരും. നവാരോ പറയുന്നൊരു കഥയുണ്ട്, കാര്യമുണ്ട്. അമേരിക്ക ഇല്ലാത്ത ഒരു ലോകം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം അത്ര വലിയൊരു എക്കോണമി മാർക്കറ്റും ഒക്കെയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് നമ്മളവരെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവർ നമ്മളെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നു. അതൊട്ടും നടക്കുന്ന കാര്യമല്ല. ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂസ് അസോസിയേഷൻ ഓഫ് കൺട്രീസാണ്. അപ്പോൾ അതിൽ ഡീഡോളറൈസേഷൻ ട്രംപിനും പേടിയുണ്ടായിരുന്നു. ഡീഡോളറൈസേഷൻ്റെ ഉദ്ദേശം റഷ്യയ്ക്കും ചൈനയ്ക്കും പണ്ടുമുണ്ട്, ഇന്നുമുണ്ട്. നമ്മളും ബ്രസീലുമാണ് അത് വേണ്ടെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. അത്രയെങ്കിലും ഒരു നന്ദി നമ്മളോട് അമേരിക്ക കാണിക്കേണ്ടതാണ്. പക്ഷെ അതില്ല. ശരി, നമ്മളിപ്പോൾ അതിന് അവരോട് വഴക്കിനൊന്നും പോകുന്നില്ല, നമ്മൾ നമ്മുടെ വഴി നോക്കി പോകും. അതാണിപ്പോൾ നടക്കുന്നത്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.